രക്തരക്ഷസ് ഭാഗം 2. കുറുപ്പിൻ്റെ വെല്ലുവിളി. ഉണ്ണി നമ്പൂതിരിയുടെ രക്തം ഊറ്റിക്കുടിച്ച് അയാളെ വകവരുത്തിയെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത ചിറ്റിലഞ്ചേരി ആകമാനം കാട്ടുതീ പോലെ വ്യാപിച്ചു. ഇത് ആ നാട്ടിലാകെ ഭീതി പരത്തുന്ന ഒരു സംഭവമായിരുന്നു. കാരണം ചർച്ചകളൊക്കെയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു. എത്ര മനുഷ്യരാണ് ഈ ഭീകരസ്വത്വം പതിയിരുന്ന് കൊന്നത്? പ്രശസ്തരായ പല മാന്ത്രികരും ഈ ഒരു രക്ഷസിനെ തളയ്ക്കുവാനായി പോയി മരണപ്പെട്ട വാർത്തയും നാട്ടിൽ വളരെ ഭീതി ഉണ്ടാക്കിയിരുന്നു. ഇനി എന്താണൊരു പരിഹാരം? ഈ ഭീകരസത്വത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ എന്താണൊരു മാർഗം? നാട്ടുകാർക്ക് വല്ലാതെ ഭയപ്പാടുണ്ടാക്കി. നാളിതുവരെ ഉത്തരം കിട്ടാതിരുന്ന സാധാരണ ജനങ്ങളുടെ ഭീതി പൂണ്ട ഇത്തരം ചോദ്യങ്ങൾ അപ്പോഴും അവശേഷിക്കുകയായിരുന്നു. ഇക്കാലത്താണ് മന്ത്രവാദിയെന്ന് അറിയപ്പെട്ടിരുന്ന കേൾക്കുറുപ്പിന് രക്ഷസിനെ വകവരുത്തണമെന്ന ഒരു മോഹം ഉണ്ടായത്. താനൊരു വലിയ മാന്ത്രികനാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം. ഒരു ദിവസം നന്നായിട്ട് മദ്യപിച്ചിരുന്ന കേൾക്കുറുപ്പ് ജനങ്ങളുടെ ഇടയിൽ ചെന്ന് താൻ ഒരു വലിയ മന്ത്രവാദിയാണെന്ന് വീമ്പിളക്കുകയും രക്ഷസിനെ കൊല്ലുമെന്ന് അയാൾ വെല്ലുവിളിക്കുകയും ചെയ്തു. രക്ഷസാണ് പോലും രക്ഷസ്. ആ സത്വം എവിടെയോ പതുങ്ങിയിരിപ്പുണ്ടെന്നും ജനങ്ങളെ ആക്രമിച്ച് വകവരുത്തുന്നുണ്ടെന്നും മറ്റു കുപ്രചാരണങ്ങളും അഴിച്ചുവിട്ട് നാട്ടിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരു സത്വമുണ്ടെങ്കിൽ ഈ കേൾക്കുറുപ്പ് വെല്ലുവിളിച്ചിരിക്കുന്നു. ഇന്നേക്ക് 3 ദിനം, അതിനുള്ളിൽ ഞാൻ അതിനെ അറുത്തു മുറിച്ച് ഹോമിക്കുന്നതായിരിക്കും. എല്ലാവരും കേട്ടുവല്ലോ. ധൈര്യമായി ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ ചെന്ന് സമാധാനമായി കിടന്നുറങ്ങുക. കുറുപ്പിൻ്റെ ഈ ജൽപ്പനങ്ങൾ കേട്ട് അറിയാതെ ചിരിച്ചുപോയ പഴമക്കാരായ വേലുവാശാൻ അയാളോട് പറഞ്ഞു, എടോ കുറുപ്പേ, താൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ വയറ്റിൽ കിടന്നോട്ടെ. ഇതിനു മുൻപും താൻ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടായിരുന്നുവല്ലോ. എന്നിട്ട് എന്തിയായി ഈ രക്ഷസിനെ പിടിച്ച് ഹോമിക്കാതിരുന്നത്? എത്രയെത്ര ദുർമരണങ്ങൾ ഇതിനു മുമ്പ് ഈ നാട്ടിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. കുലകുമ്പന്മാരായിരുന്ന പല മാന്ത്രികന്മാരും പഠിച്ച പണി 18 പയറ്റി നോക്കിയിട്ടും ഏറിയാൽ 1 വർഷം അല്ലെങ്കിൽ 6 മാസം, അതിൽ കൂടുതലായിട്ട് ആരെക്കൊണ്ടും രക്ഷസിനെ പിടിച്ചു കെട്ടുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണോ തൻ്റെ ഈ ദുള്ളു വർത്തമാനം? ജനങ്ങളിത് വിശ്വസിക്കുമോ? മൂപ്പിൽ നിന്ന് പേടി തോന്നുന്നുണ്ടെങ്കിൽ വല്ല കാശിക്കോ മറ്റോ പോയിക്കൂടെ? കേൾക്കുറുപ്പ് അയാളെ പരിഹസിച്ചു. ഒരിക്കൽ കൂടി അയാൾ വെല്ലുവിളിച്ചു, നിങ്ങളെല്ലാവരും കേട്ടോളിൻ. രക്ഷസ് എന്നൊരു സത്വമുണ്ടെങ്കിൽ ഈ കുറുപ്പ് അതിനെ പിടിച്ചിരിക്കും, അതിനെ ഹോമിച്ചിരിക്കുകയും ചെയ്യും. ഇതെൻ്റെ വെല്ലുവിളിയായിട്ട് തന്നെ എല്ലാവരും കൂട്ടിക്കോളിൻ. എന്തിനാ കുറുപ്പേ ആയുസെത്താതെ മരിക്കുവാൻ നോക്കുന്നത്? പറഞ്ഞുപോയ തെറ്റിന് മാപ്പപേക്ഷിച്ചിട്ട് ദൈവവിശ്വാസത്തോടെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഇത്രയും പറഞ്ഞിട്ട് വേലുവാശാൻ അദ്ദേഹത്തിൻ്റെ പാട് നോക്കിപ്പോയി. കുറുപ്പിൻ്റെ വെല്ലുവിളിയും അപ്പൂപ്പൻ്റെ മറുപടിയും രക്തരക്ഷസിൻ്റെ കഥയുമെല്ലാം കേട്ടപ്പോൾ സുകുമാരന് വല്ലാത്ത അത്ഭുതം. നഗരത്തിൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്ന അവൻ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായിരുന്നു. അപ്പൂപ്പനും വീട്ടുകാരുമൊത്ത് 2 മാസക്കാലം ചിറ്റിലഞ്ചേരിക്കരയിൽ താമസിക്കാൻ വന്നതാണ് സുകുമാരൻ. അവിടുത്തെ രക്ഷസിൻ്റെ കഥകളും കോലാഹലങ്ങളുമൊക്കെ കേട്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അവന് തോന്നി. അപ്പൂപ്പ, ഈ രക്ഷസ് എന്ന് പറയുന്ന സത്വത്തെ അപ്പൂപ്പൻ കണ്ടിട്ടുണ്ടോ? പുസ്തകങ്ങളിലൊക്കെ അവയെക്കുറിച്ച് ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഭവവും ആക്രമണ സ്വഭാവവും എങ്ങനെയെല്ലാമാണ് അപ്പൂപ്പ? അവൻ ചോദിച്ചു. അപ്പൂപ്പൻ പറയുകയുണ്ടായി, മോനെ, അപ്പൂപ്പൻ രക്ഷസിനെയൊന്നും ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അതൊരു ഞെട്ടിപ്പിക്കുന്ന ദുരന്ത സംഭവമായിരുന്നുവെന്ന് എൻ്റെ അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുടെ കാലത്തായിരുന്നു അത്രേ ഈ ദുരന്ത സംഭവം ഉണ്ടായത്. അപ്പൂപ്പന് ഓർമ്മ വച്ച കാലം മുതൽക്ക് രക്ഷസ് കൂടിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന തെക്കേപ്പാട്ട് മന ഒരു പ്രേതമാളികയായി കിടക്കുകയാണ്. അപ്പോൾ നടന്നിരുന്ന നമ്പൂതിരിയുടെ മരണം പോലെ പല ദുരന്തങ്ങളും ഇതിനു മുമ്പും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം പല അന്വേഷണങ്ങളും പ്രതിവിധികളും നടന്നിട്ടുമുണ്ട്. എന്നാൽ ഇതുവരെ ഒന്നിനും യാതൊരുവിധ തുമ്പും കിട്ടിയില്ല. രക്ഷസിനെ കുറിച്ചുള്ള കഥ ഇപ്പോഴും ഒരു കടങ്കഥയായി തന്നെ അവശേഷിക്കുകയാണ്. അപ്പൂപ്പ, ആ കഥയൊന്ന് പറഞ്ഞു കേൾപ്പിക്കുമെങ്കിൽ
എനിക്ക് എഴുതുവാനുള്ള നല്ലൊരു ആശയം കിട്ടുമായിരുന്നു. സുകുമാരൻ തൻ്റെ ആഗ്രഹം അപ്പൂപ്പനോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു കേൾപ്പിക്കാം മോനെ. നീ ഇനിയും 2 മാസം ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ നിന്നെ കാണുവാൻ വീട്ടിൽ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. വേലുവാശാനും സുകുമാരനും വീട്ടിലേക്ക് വളരെ വേഗത്തിൽ നടന്നുപോയി.